Bruno, deh, ayo, tuh, kakak. ബ്രൂണോയുടെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയൂ. ബ്രൂണോ ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്. സ്റ്റാർ കണ്ടപ്പോൾ ക്രിസ്മസ് ഒക്കെ എത്തിയ ഇത് ആ പ്രതീതിയിലെ ശരിക്കും ബ്രൂണോ ആണ് ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. അടുത്ത വീട്ടിലൊന്നും എത്തിയിട്ടില്ല. ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ് സ്റ്റാർ ഇട്ടത്. സ്റ്റാർ ഇട്ട് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ. പാപ്പ ബ്രൂണോ കുഞ്ഞായിരിക്കുമ്പോൾ 2 മാസത്തെ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ഒരു 2 മാസം 3 മാസം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബഹ്റിനിൽ പോയി തിരിച്ചു വരുന്ന പിന്നെ 1 വർഷം 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുമ്പോൾ. അപ്പോൾ വരുന്ന ടൈമിൽ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സസ്പെൻസ് ആയിക്കോട്ടെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴാന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല. ടൈം വന്ന പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എയർപോർട്ടിൽ സാധാ ഇവിടുന്ന് വണ്ടി വരാറുണ്ട്. ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചാൽ വന്നത്. അപ്പോൾ വരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ആഴ്ച വരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് വണ്ടിയുടെ ഫോൺ അടിച്ചിങ്ങനെ. അപ്പം പുറത്ത് എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച് വന്ന് പുറത്ത് വന്ന് വണ്ടിയുടെ ഫോൺ ജസ്റ്റ് അടിച്ചപ്പോൾ മോൾ ഇറങ്ങി വന്നു. അപ്പോൾ നമ്മുടെ ബ്രൂണോനെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു. ബ്രൂണോനെ ഇങ്ങനെ അയച്ചുവിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയച്ചുവിടല്ല. അയച്ചുവിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം, നമ്മളതിനെ പിടിച്ച് കടിക്കേ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം അയച്ചുവിട്ടെന്ന് വെച്ചാൽ ഇവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. അതായത് ആദ്യമൊക്കെ ഒന്ന് മണത്തോക്കി, പിന്നെ എന്നെ ശരിക്കും എന്താ പറയുക കെട്ടിപ്പിടിക്കണം. പിന്നെ കെട്ടിപ്പിടിക്കലും പെട്ടി നോക്കലും. പെട്ടിമ്പളിക്ക് നോക്കും, പിന്നെ എന്നെ കെട്ടിപ്പിടിക്കാന്ന് വെച്ചാൽ ശരിക്കും എനിക്കാണെങ്കിൽ പേടിയായിട്ട് കടിക്കും വെച്ചിട്ട്. അതായത് അവന് ശരിക്കും മണം പിടിക്കാനുള്ള കഴിവുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇവൻ്റെ കൂടെ ആകെ 2-3 മാസം നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവന് ആളെ മനസ്സിലായി ശരിക്കും. അങ്ങനെ പിന്നെ അവൻ പെട്ടി കഴിക്കാണ്ടെന്ന് വെച്ചാൽ പെട്ടിമ്പോൾ കടിച്ച് വലിക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ കൂടി സൈഡായിട്ട് ഇട്ട് കാണിക്കാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് ഇവറ്റകൾക്കെന്ന് വെച്ചാൽ ശരിക്കും കുറേ നാளைക്ക് നമ്മളെ മണം പിടിക്കാനും അതുപോലെ അറിവുണ്ടെന്നുള്ള അപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലെ മറ്റുള്ള ഒരു മൃഗങ്ങൾക്കും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നായക്കുട്ടികളെ പോലെയുള്ള ഇതില്ലേ മണം പിടിക്കാനും ഉള്ള അറിവ് അങ്ങനെ ശരിക്കും എനിക്ക് എന്നെ ശരിക്കും ഇതായി കളഞ്ഞു. ഇത്ര അതായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇതിനെ കൂട്ടിച്ചേർത്തിടാം. അങ്ങനെയൊക്കെയാണ് ബ്രൂണോയുടെ കഥകൾ. ബ്രൂണോ ഞങ്ങളുടെ കയ്യിലെത്തിപ്പെട്ടത്. ഇപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഇവനിപ്പോൾ ഒഴിച്ചുവിടാം. ഞങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഒരു റിലാക്സേഷൻ പോലെയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഇവനായിട്ടൊന്ന് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെയൊക്കെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നതൊക്കെ. വീട്ടിൽ ആരും ഇല്ല എന്ന് തോന്നുന്നില്ല. അത്രയധികം നമുക്കൊരു ഇതായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോഴാണ് ഞാൻ ബ്രൂണായിട്ട് കൂടുതൽ എടുക്കുന്നത്. കാരണം ഇത്ര നാളും അവൻ്റെ ഇപ്പോൾ ഒരു 3-4 മാസമായി ഞാൻ ബഹ്റിനിൽ നിന്ന് വന്നിട്ട്. ഇനി പോകണ്ടെന്ന് വിചാരിക്കണം. നാട്ടിൽ നിന്ന് എന്തെങ്കിലും നോക്കണം വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ 4 മാസമായി ഇവനായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ കൂടുതൽ അടുത്ത് വരുന്ന കാരണം ഇവനെ വിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയി വരുമ്പോൾ ഇവനെന്തായാലും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിഠായി തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇവൻ അതുപോലെയാണ്. നമ്മൾ പോയിട്ട് വരുമ്പോൾ സഞ്ചി ചെക്ക് ചെയ്യലും അതുപോലെ ഇതുണ്ടെങ്കിലും വണ്ടിയൊക്കെ ആകെ ചെക്ക് ചെയ്യുന്നതൊക്കെയാണ്. കൊച്ചുകുട്ടികളെ പോലെ തന്നെയാണ് അവൻ്റെ കാട്ടയങ്ങളതൊക്കെ. അതുപോലെ തന്നെ ഞാനും അവനും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബേക്കറി പലഹാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അതെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെയാണ്. വെറുതെ കൈ വീശി വരാറില്ല. അപ്പം മോള് പറയും അച്ഛ എനിക്ക് മേടിച്ച് തന്നെയാലും കൂടുതൽ ബ്രൂണോനെയാണ് കെയർ ചെയ്യണത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ അസൂയ പറയും കിടന്നു. അങ്ങനെ ബ്രൂണോ
അതായത് ബ്രൂണോ ഉള്ള കാരണം എനിക്കും കൂടിയും ഒരു എക്സസൈസാണ്. കാരണം വെച്ചാൽ വൈകിട്ട് ഞങ്ങൾ നടക്കാൻ പോകാനും വൈകിട്ടും അതുപോലെ കാലത്തും. ബ്രൂണോ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ് നടക്കാനായിട്ട് പോകാനായിട്ട്. ഇപ്പോൾ ഇവനുള്ള കാരണം ഇവൻ എന്നെ വിളിക്കും. ആ ടൈമാകുമ്പോൾ ഇവനും പുറത്ത് പോകുന്ന ടൈമാകുമ്പോൾ കുറച്ച് വിളിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാം കൂടി ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇതൊക്കെ അവനും ഭയങ്കര ഇതാണ്. കണ്ട അല്ലേ ബ്രൂണോ? കറങ്ങാൻ പോണ്ടാ? കറങ്ങാൻ പോണ കറങ്ങാൻ പോണോ ബ്രൂണോ? അവർ ഭയങ്കര ഇൻട്രസ്റ്റാണ് കറങ്ങാൻ പോകാന്ന് പറഞ്ഞാൽ. ഇതണ്ട ഇരിക്കുന്നുണ്ട ബ്രൂണോ. ഉറക്കാണ് അവരും. സാധാരണ നാടൻ പട്ടികളൊന്നും രാത്രി കിടന്ന് അധികം ഉറക്കമില്ല. ഇവനെന്ന് വെച്ചാൽ ഫുൾ ടൈം ഉറക്കമാണ്. അതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഉറക്കമാണ്. കൂർക്കം വലിച്ചെന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട്, വയറുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബ്രൂണോൻ്റെ. ശരിക്കും കൂർക്കം വലിക്കാന്ന് വെച്ചാൽ അവൻ മിണ്ടുമിടുക്കനാ അല്ലടാ? അല്ലേ? കൂർക്കം വലിക്കുക കൂർക്കം വയ്ക്കടാ. ചോറുണ്ടാട്ടാ, ചേമ്പ് കറി കൂട്ടി ചോറിനാട്ടാ. ഞാൻ മൈൻഡില്ല. ഇന്നലെ അവൻ കഴിച്ചില്ല. ഇന്നലെ കാട്ടിക്കൊണ്ട് വൈകിട്ട്. അല്ലെങ്കിൽ വൈകിട്ട് അവൻ കഴിക്കാറുണ്ട്. അതിനവനെന്ന് ചില പപ്പടം കൊടുക്കുമോ? പപ്പടം വലിയ ഇഷ്ടമാണ്. പപ്പടം ഇഷ്ടമാണ് അവന്. ചോറിൻ്റെ കാര്യം പറയുമ്പോഴേക്കും എന്താണ്, ചോറിന് സമയമായിട്ടില്ല. 8 മണിയായിട്ട് കഴിച്ചാൽ പോരടാ. വിശക്കണ്ട? അതെ കൂട്ടുകാരൻ വിശക്കണ്ട? സമയമായിട്ടില്ല. ചോറ് വേണം. ചോറ് മീമില്ലാലും